വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുന്ന ഒരു പ്രസ്താവന മാരാമൺ കൺവെൻഷനിൽ വിശ്വാസി സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് മാർത്തോമ മെത്രാപ്പോലിത്ത ഡോക്ടർ തിയോഡോഷ്യസ് പറയുണ്ടായി. പക്ഷെ അത് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. മാർത്തോമ മെത്രാപ്പോലിത്ത മാരാമൺ കൺവെൻഷനിൽ പറഞ്ഞത് ഈ വോട്ടെങ്ങനെ ചെയ്യണം എന്നാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വോട്ടും ശബ്ദവും നിലപാടും ദൈവരാജ്യ മൂല്യങ്ങളാൽ നയിക്കപ്പെടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ദൈവരാജ്യ മൂല്യങ്ങൾ എന്താണ് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. ദൈവരാജ്യ മൂല്യങ്ങളെ നിരാകരിക്കുന്നവരെ നിങ്ങൾ തള്ളണം എന്ന് പറഞ്ഞാൽ, ദൈവരാജ്യ മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ശബരിമലയ്ക്കും ബാധകമാണല്ലോ. അതെ അതെ, ക്രൈസ്തവരുടെ മാത്രമല്ല, അതും കൂടി ഉണ്ട്. ഒരു മതത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രസ്താവനയായി അതിനെ നമ്മൾ വിലയിരുത്തുന്നത് ശരിയല്ല. അപ്പോൾ ദൈവരാജ്യ മൂല്യങ്ങളെ നിഷേധിക്കുന്ന ആളുകൾ ആര് എന്ന് കണ്ടെത്താനായിട്ട് കൈയുണ്ടതില്ല. അത് വളരെ കൃത്യമാണ്. എന്നുവെച്ചാൽ അതിന് വലിയ അർത്ഥമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിരുമേനി അല്ലെങ്കിൽ മെത്രാപ്പോലീത്ത പറയുന്നത് ഇതാണ്: നിങ്ങൾ CPM വോട്ട് ചെയ്യരുത് എന്നാണ്. അതാണ് അതിൻ്റെ ഏറ്റവും ലളിതമായിട്ടുള്ള വ്യാഖ്യാനം. അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത് JB കോശി റിപ്പോർട്ടിൽ ക്രൈസ്തവ സമൂഹം വളരെ അടിയന്തരമായിട്ടുള്ളൊരു തീരുമാനം ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ആ തീരുമാനം നിർവഹിച്ചു കൊടുക്കാൻ തയ്യാറാണ് പിണറായി വിജയൻ എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ തീരുമാനം വന്നിട്ടില്ല. തീരുമാനം വരാത്തിടത്തോളം കാലം തീരുമാനം ഉടനെ ഉണ്ടാവും എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറച്ചാലേ, അതാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ ആ തീരുമാനം ഒന്നിലേക്ക് തീരുമാനം വരണം, അല്ലെങ്കിൽ തീരുമാനം എടുക്കേണ്ട ആളുകളെ പുറത്തിരുത്തണം. ഇതിൻ്റെ അകത്ത് ഈ തീരുമാനം ഉണ്ടാവില്ല എന്നുള്ളത് മാത്രമല്ല, അവരൊരു ചെറിയ ആവശ്യം ക്രൈസ്തവ സഭകൾ ഉന്നയിച്ചിരുന്നു. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണം എന്നൊരാവശ്യം ഉന്നയിച്ചിരുന്നു. അത് പ്രസിദ്ധീകരിക്കാൻ എന്താ തടസ്സം? ഇതിൻ്റെ അകത്ത് അവർ എന്നിട്ട് ഈ കത്തോലിക്ക കോൺഗ്രസ് കൊണ്ടുപോയി ഒരു വിവരാവകാശ ഇത് അപേക്ഷ കൊടുത്തിരുന്നു. അപ്പോഴും കിട്ടിയില്ല, കമ്മീഷൻ റിപ്പോർട്ട് കിട്ടിയില്ല. ഇപ്പോൾ മാർത്തോമ മെത്രാപ്പോലിത്ത ഇത് പറഞ്ഞാണല്ലോ നമ്മൾ സംസാരിച്ചത് ആദ്യം. JB കോശി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഡിസംബറിൽ തിരുവനന്തപുരത്തെ ലത്തീൻ രൂപത അവിടുത്തെ പള്ളികളിൽ ഇടയലേഖനം വായിച്ചിരുന്നു. ഈ അവധാനത ശരിയല്ല, ഈ വിവേചനം ശരിയല്ല എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ കത്തോലിക്ക സഭയുടെ കാര്യം പറഞ്ഞില്ലേ, കത്തോലിക്ക കോൺഗ്രസിൻ്റെയൊക്കെ കാര്യം ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് JB കോശി കമ്മീഷൻ 284 ശുപാർശകൾ ആണ് സമർപ്പിച്ചത്. അതിൽ 45 ഇതിന് പുറമെ ഉപശുപാർശകളും ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഭൂരിപക്ഷവും നടപ്പാക്കി കഴിഞ്ഞു എന്ന് പിണറായി വിജയൻ അവകാശപ്പെട്ടിരുന്നു. പക്ഷേ കത്തോലിക്ക സഭ പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനൊരു വിവരമില്ല, ഏതൊക്കെയാണ് നടപ്പാക്കിയത് എന്ന് വിവരമില്ല. ഈ നടപ്പാക്കി എന്ന് പറയുന്നത് തന്നെ ഈ മഠങ്ങളിലെ വെള്ളക്കരം എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ എന്തോ ചെറിയ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെയാണ് എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ കോടതിയിൽ കൊണ്ടുപോയി ഒരു ഹർജി വിവരാവകാശ നിയമപ്രകാരം മറുപടി കിട്ടാത്തപ്പോൾ ഇത് പ്രസിദ്ധീകരിക്കണം എന്ന് പറഞ്ഞിട്ട് സഭ കോടതിയെ സമീപിച്ചിരുന്നു. അപ്പോഴാണ് എന്തെങ്കിലും ചെയ്യുന്ന മട്ടിൽ മറ്റേ പിണറായി വിജയൻ ഏതോ മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നൊക്കെ പറഞ്ഞു. ഈ കഴിഞ്ഞ ആഴ്ച നടക്കേണ്ട മീറ്റിങ്ങും നടന്നില്ല, ഇത് സംബന്ധിച്ച് നടന്നില്ല. അപ്പോൾ 2023 മേയിൽ ആണ് ഈ റിപ്പോർട്ട് കൊടുത്തത്. 2023 മെയ് 23 കോശി കമ്മീഷനെ വെച്ചത് 2020 നവംബർ 5 2020 നവംബർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രാധാന്യം മനസ്സിലായില്ലേ? 2021 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ക്രിസ്ത്യാനികളെ പ്രീണിപ്പിക്കാൻ വേണ്ടി കമ്മീഷനെ വെച്ചു. അടുത്ത തെരഞ്ഞെടുപ്പ് ആവാറായി, റിപ്പോർട്ട് കൊടുത്തിട്ടൊന്നും ആയില്ല. ഇപ്പോൾ പ്രീണിപ്പിക്കാനായിട്ട് എന്ത് എന്നുള്ള പ്രശ്നം ആണ് കിടക്കുന്നത്. അപ്പോൾ
ശുപാർശകൾ ന്യൂനപക്ഷ വകുപ്പ് ക്രോഡീകരിച്ചിട്ട് മറ്റു വകുപ്പുകൾക്ക് അഭിപ്രായം അറിയിക്കാൻ അയച്ചു കൊടുത്തിരുന്നു. അത് 2023 ഒക്ടോബർ 20 കത്തുപോയി. സർക്കാരിൽ നിന്നൊരു കത്തുപോയാൽ എന്ത് സംഭവിക്കും? പ്രത്യേകിച്ചൊന്നും അതിൻ്റെ അകത്ത് കാര്യമായിട്ട് സംഭവിച്ചില്ല. 2 ആഴ്ചക്കകം മറുപടി ചോദിച്ചിട്ടാണ് മറ്റു വകുപ്പുകൾക്ക് കത്ത് കൊടുത്തിരുന്നത്. ഇതിൻ്റെ അകത്ത് ഈ പ്രധാനപ്പെട്ട ശുപാർശകൾ ഈ വിദ്യാഭ്യാസ സംവരണം കൂട്ടണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അതിലൊന്നും പ്രധാനപ്പെട്ട ശുപാർശകളിലൊന്നും ഒരു തീരുമാനമായിട്ടില്ല. പിന്നാക്ക ശുപാർശകൾ പ്രധാനപ്പെട്ട 4-5 എണ്ണം ഞാൻ പറയാം, റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടില്ലെങ്കിലും. പിന്നാക്ക ക്രിസ്ത്യൻ സംവരണം 4% നിന്ന് 6 ഉയർത്തണം. പ്രധാനപ്പെട്ട ശുപാർശയാണ്. ഇതില് ലത്തീൻ ആംഗ്ലോ, നാടാർ, പരിവർത്തിതർ ഇവർക്കിത് 3:2:1 ഈ അനുപാതത്തിൽ 3:2 അനുപാതത്തിൽ വീതിക്കണം. 6% വർദ്ധിക്കുമ്പോൾ അത് 3:2:1 എന്ന അനുപാതത്തിലായിരിക്കുമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 2 സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ, നഴ്സിംഗ് കോളേജുകൾ, പാരാമെഡിക്കൽ സ്ഥാപനങ്ങൾ ഇതിൻ്റെ അകത്ത് നിന്ന് 50% സീറ്റ് സർക്കാരിന് കൊടുത്തിട്ടുണ്ടല്ലോ. ആ 50%-ലെ 20% സീറ്റ് കമ്മ്യൂണിറ്റി കോട്ടയായിട്ട് മാറ്റണം. ആ സ്ഥാപനം നടത്തുന്ന സമുദായത്തിന് വിട്ടുകൊടുക്കണം. അത് പക്ഷേ ഈ MBBS പോലെയുള്ള കോഴ്സുകൾക്ക് അത് ബാധകമല്ല ഇപ്പം. കാരണം മാനേജ്മെന്റിന് അങ്ങ് 50% സീറ്റും ഇല്ല, സർക്കാരിനും ഇല്ല. അതെ. അപ്പം അതൊഴിച്ച് ബാക്കിയുള്ള മേഖലയിൽ അത് നടക്കുള്ളൂ. അതെ. അങ്ങനെ 3-ാമത്തെ സർക്കാർ സർവീസിലെ നാടാർ, പരിവർത്തിത ക്രൈസ്തവർ ഇവരുടെ പ്രാതിനിധ്യം വേണ്ട വിധത്തിൽ പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. അല്ലെങ്കിൽ പ്രത്യേക റിക്രൂട്ട്മെന്റ് ഏർപ്പെടുത്തണം, നാടാന്മാരുടെയും പരിവർത്തിത ക്രൈസ്തവരുടെയും. 4 പട്ടികജാതി ആനുകൂല്യങ്ങൾ ദലിത് ക്രൈസ്തവർക്കും നടപ്പാക്കണം. അപ്പോൾ ഇത് മറ്റേ പിണറായി വിജയൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഈ കേന്ദ്രത്തിൻ്റെ അനുമതി വാങ്ങേണ്ട കാര്യങ്ങളുണ്ട്, കോടതി തീരുമാനിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്തരം വിഘ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇത്തരം ശുപാർശകളൊക്കെ ഞങ്ങൾക്ക് നടപ്പാൻ കഴിയാത്തത്. അത് മുഖവിലക്കെടുത്താൽ തന്നെ റിപ്പോർട്ട് എന്തുകൊണ്ട് പ്രസിദ്ധീകരിച്ചുകൂടാ എന്നുള്ളൊരു ന്യായമായ ചോദ്യമല്ലേ? അതെന്താണ് റിപ്പോർട്ട് എന്തിനാണ് ഈ ഒളിച്ചു വച്ചിരിക്കുന്നത് സർക്കാർ? ഇതാണ് ക്രൈസ്തവർ ചോദിക്കുന്ന ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അല്ല, മറ്റ് പ്രശ്നം ശരിയാണ്. ചിലത് കേന്ദ്രം തീരുമാനിക്കേണ്ടത്, ചിലത് കോടതി തീരുമാനിക്കേണ്ടതായിട്ടുള്ള വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ ഒഴിവാക്കി ബാക്കി എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയാമല്ലോ. അതെ, അത് ചെയ്യാമല്ലോ. എന്നിട്ട് പറയാമല്ലോ ഞങ്ങൾ ഇതാണ് നടപ്പാക്കിയത്, സുതാര്യത പുലർത്താമല്ലോ. ഞങ്ങൾ നടപ്പാക്കിയത് ഇന്നാണ്, ഇതൊരു ധവളപത്രം പോലെ തന്നെ ഇറക്കിക്കൂടെ, ഞങ്ങൾ ഇന്നേനെ നടപ്പാക്കി. അപ്പൊ ആളുകൾക്ക് ബോധ്യപ്പെടുമല്ലോ ഇന്ന കാര്യത്തിലാണ് തടസ്സമുള്ളത് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അല്ല, ഈ ഭരണ സംവിധാനങ്ങളെ സുതാര്യമാക്കേണ്ടത് ഈ വിഷയത്തിൽ മാത്രമല്ല, എല്ലാ വിഷയങ്ങളുമാണ്. അതിനാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിവരാവകാശ നിയമം തന്നെ കൊണ്ടുവന്നത്. അത് തന്നെ ഇപ്പം എല്ലാവരും കൂടി കുളിപ്പിച്ചില്ല എന്താക്കിക്കൊണ്ടിരിക്കുക. അതെ, സത്യത്തിൽ ഭരണകൂടത്തിൻ്റെ ഏത് പാർട്ടി ആയിക്കഴിഞ്ഞാലും അവരുടെ ഒരാഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഗൂഢമായിട്ട് വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സൗജന്യം കൊണ്ടാണ് എന്ന ആളുകളെ ബോധ്യപ്പെടുത്തുക എന്ന ഒരു തമ്പുരാൻ ബോധം ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. വിവരാവകാശ നിയമത്തിന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ റിപ്പോർട്ട് സർക്കാരിൻ്റെ പരിഗണനയിലായതുകൊണ്ട് ഇപ്പോൾ തരാൻ നിവൃത്തിയില്ല എന്നായിരുന്നു മറുപടി. അങ്ങനെ സുതാര്യതയില്ല. വിവരാവകാശ കമ്മീഷനൊന്നും സ്വതന്ത്രമായിട്ടല്ല പ്രവർത്തിക്കുന്നതെന്നല്ലേ ഇതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് ചോദിച്ചിട്ടേ കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുള്ളൂ എന്നാണ് മനസ്സിലാകുന്നത്. ഇനി ഇതിൻ്റെ അകത്തൊരു പ്രശ്നമുണ്ട്, ക്രൈസ്തവർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നൊരു പ്രശ്നം. അതായത് ഈ 2000 അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് ഈ രാജേന്ദ്ര സച്ചാർ റിപ്പോർട്ട് വന്നല്ലോ, മുസ്ലിങ്ങളുടെ പിന്നാക്കാവസ്ഥ പഠിക്കാനാണ് സച്ചാർ കമ്മീഷന് വെച്ചത്. അപ്പോൾ മുസ്ലിങ്ങൾ പൊതുവെ പിന്നാക്കാവസ്ഥയിലാണ്, ഇന്ന നടപ്പാക്കണം എന്നൊക്കെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ പിന്നാലെ ഇവിടെ
പാലൊളി മുഹമ്മദ് കുട്ടിയുടെ നേതൃത്വത്തിൽ 11 കമ്മീഷനെ വെച്ചു 2007. 2008 ഫെബ്രുവരിയിൽ പാലൊളി കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു. 2008 ഫെബ്രുവരിയിൽ 28 ദിവസത്തിനകം അതിൽ തീരുമാനമുണ്ടായി. 28 ദിവസത്തിനകം. അവിടെയാണ് മുസ്ലിങ്ങളുടെ പ്രശ്നം വന്നപ്പോൾ 28 ദിവസത്തിനകം CPM തീരുമാനിച്ചു. ക്രിസ്ത്യാനികളുടെ കാര്യം വന്നപ്പോൾ 4-5 കൊല്ലം ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് മെത്രാൻ വളരെ കൃത്യമായിട്ട് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അതെ, നോക്കാം. ദൈവരാജ്യ മൂല്യങ്ങൾ, ദൈവരാജ്യ മൂല്യങ്ങൾ, ഈ ദൈവരാജ്യ മൂല്യങ്ങൾ മുഴുവൻ എടുത്തു കളഞ്ഞ ഒരാളാണല്ലോ കാൾ മാർക്സ്. അതും കൂടി മെത്രാപ്പോലിത്തയുടെ മനസ്സിൽ ഉണ്ടാവുമായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.